അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർബലയുടെ ചരിത്രം 4-ാമത്തെ പാർട്ടിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്, മുആവിയയുടെ ഭരണം, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്, മുആവിയയുടെ പുത്രൻ യസീദ് അധികാരമേൽക്കുന്നു. കൂഫയിലെ ജനങ്ങൾ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന് കത്തയക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ഇബ്നു അഖീലിനെ കൂഫയിലേക്ക് അയക്കുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ നമ്മൾ വിവരിച്ചതാണ്. കൂഫ നഗരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ പ്രതീക്ഷയുടെ നഗരം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച നഗരം, ആയിരക്കണക്കിന് പേർ ബൈഅത്ത് ചെയ്യാൻ റെഡിയായ നഗരം. ഇന്ന് ആ വാഗ്ദാനങ്ങൾ തകർന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ കാണാതായിരിക്കുന്നു. മുസ്ലിം ഇബ്നു അഖീൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വസ്ത പ്രതിനിധി, ഇപ്പോൾ കൂഫയുടെ തെരുവുകളിൽ ഒറ്റക്കാണ്. വിശപ്പും ദാഹവും സഹിച്ച് കൂഫയുടെ തെരുവുകളിൽ അദ്ദേഹം രാത്രി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വയോധികയുടെ വീടിന് മുന്നിലെത്തി. അവർ മുസ്ലിം ഇബ്നു അഖീലിനെ സ്വീകരിച്ചു. ഭക്ഷണവും വെള്ളവും നൽകി, അഭയം നൽകി. ഒരു രാത്രിയെങ്കിലും സുരക്ഷിതമായി ഇവിടെ കഴിയാമെന്ന് തോന്നി. ഗവർണറുടെ സൈന്യം ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മുസ്ലിം ഇബ്നു അഖീൽ ആ വീട്ടിലുണ്ടെന്ന വിവരം ഇബ്നു സിയാദിൻ്റെ ആളുകൾക്ക് ലഭിച്ചു. ഉടൻ തന്നെ സൈനികരെ അയച്ച് വീട് വളഞ്ഞു. വാതിലുകൾക്ക് പുറത്ത് ഇബ്നു സിയാദിൻ്റെ ആളുകൾ. അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം മുസ്ലിം ഇബ്നു അഖീൽ. അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥിതി വ്യക്തമായിരിക്കുന്നു. രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറായില്ല. വാൾ കയ്യിലെടുത്ത് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പിന്നെ ഒരാൾ മാത്രം. മുസ്ലിം ഇബ്നു അഖീൽ ഒറ്റയ്ക്ക് ഗവർണറുടെ സൈന്യത്തെ നേരിട്ടു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് പ്രകാരം അദ്ദേഹം അസാധാരണ ധീരതയോടെ പോരാടി. സൈനികർ പിന്നോട്ട് മാറി. അദ്ദേഹത്തെ സമീപിക്കാൻ പോലും പലർക്കും ഭയമായി. ഒരുപാട് സമയം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ മുസ്ലിം ഇബ്നു അഖീൽ ക്ഷീണിതനായി. അവസാനം അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കൂഫയിലെ ഗവർണറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കൂഫയിലെ ഗവർണർ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് സിംഹാസനത്തിൽ കാത്തിരിക്കുകയായിരുന്നു. ഒറ്റക്കായെങ്കിലും സത്യത്തിൽ ഉറച്ചു നിന്ന മനുഷ്യൻ. ഇബ്നു സിയാദ് ചോദ്യം ചെയ്തു, ഭീഷണിപ്പെടുത്തി. പക്ഷേ മുസ്ലിം ഇബ്നു അഖീൽ തെല്ലും അദ്ദേഹത്തിന് വഴങ്ങിയില്ല. അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രമാണ് വേദനിപ്പിച്ചത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇപ്പോഴും മക്കയിലായിരുന്നു. മുസ്ലിം ഇബ്നു അഖീൽ സന്ദേശം അയക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോൾ കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു മുസ്ലിം ഇബ്നു അഖീലിൻ്റെ ആശങ്ക. അവസാനം വിധി പ്രഖ്യാപിക്കപ്പെട്ടു. മുസ്ലിം ഇബ്നു അഖീലിനെ വധിക്കണം. മുസ്ലിം ഇബ്നു അഖീലിനെ വധിക്കാൻ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. കൂഫയിലെ ജനങ്ങൾ താഴെ നിന്ന് നോക്കി. ഇന്നലെ വരെ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തവരിൽ പലരും അവിടെയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും മുന്നോട്ട് വന്നില്ല. ആരും അദ്ദേഹത്തെ രക്ഷിച്ചില്ല. എന്തൊരു വേദനാജനകമായ കാഴ്ച! അവസാന നിമിഷങ്ങളിൽ മുസ്ലിം ഇബ്നു അഖീൽ അള്ളാഹുവിനെ സ്മരിച്ചു. തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന ബോധത്തോടെ നിന്നു. അദ്ദേഹം ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവിടെ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ മുസ്ലിം ഇബ്നു അഖീലിൻ്റെ വിശേഷങ്ങളൊന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇനിയും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം കുടുംബത്തോടൊപ്പം യാത്ര തുടരുകയാണ്. കൂഫക്കാർ വിളിച്ച നഗരത്തിലേക്ക്. തന്നെ കാത്തിരിക്കുന്നത് വലിയൊരു വഞ്ചനയാണെന്നറിയാതെ മക്കയിൽ നിന്ന് പുറപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്ര തുടരുകയാണ്. കൂട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വിശ്വസ്തരായ അനുയായികളെല്ലാമുണ്ട്. അവരുടെ ലക്ഷ്യം കൂഫയാണ്. അവരെ കൂഫയിലേക്ക് ക്ഷണിച്ചത് ആയിരക്കണക്കിന് കത്തുകളായിരുന്നു. പക്ഷേ ആ യാത്രക്കിടയിൽ കൂഫയിൽ എല്ലാം മാറിയിരുന്നു. മുസ്ലിം ഇബ്നു അഖീൽ ഷഹീദായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാർ ചിതറിയോടി. കൂഫ ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചവരെല്ലാം കൂറുമാറി. കൂഫ ഇപ്പോൾ യസീദിൻ്റെ ഗവർണറായ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഈ വാർത്ത ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഇനിയും ലഭിച്ചില്ല. യാത്ര മുന്നോട്ട് നീങ്ങി. മരുഭൂമിയുടെ ചൂടിലൂടെ, ദീർഘമായ വഴികളിലൂടെ അവർ മുന്നേറി.
ദിവസങ്ങളങ്ങനെ കടന്നു പോവുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം ചില യാത്രക്കാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തെ സമീപിച്ചു. അവരുടെ മുഖത്ത് വിഷമമുണ്ടായിരുന്നു. അവർ ഒരു വാർത്ത കൊണ്ടുവന്നു. ഹൃദയം തകർക്കുന്ന വാർത്ത. മുസ്ലിം ഇബ്നു അഖീൽ ഷഹീദായിരിക്കുന്നു. കൂഫയിലെ ഇപ്പോഴത്തെ സ്ഥിതി പൂർണ്ണമായും മാറിയിരിക്കുന്നു. ആ വാർത്ത കേട്ടപ്പോൾ സംഘത്തിലാകെ നിശബ്ദത പടർന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കായിരുന്നു. കാരണം അവർ ഇപ്പോൾ ഒരു വലിയ ചോദ്യത്തിൻ്റെ മുന്നിലാണ്. യാത്ര തുടരണോ അല്ലെങ്കിൽ തിരികെ മക്കയിലേക്കോ മദീനയിലേക്കോ മടങ്ങണോ? ചരിത്രകാരന്മാർ പറയുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ വാർത്ത കേട്ട് വളരെ ദുഃഖിതനായെന്നാണ്. കാരണം മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹത്തിൻ്റെ വെറും ഒരു പ്രതിനിധി മാത്രമായിരുന്നില്ല, ബന്ധുവും വിശ്വസ്തനായ ഒരു കൂട്ടുകാരനുമായിരുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ വിധിയെ അംഗീകരിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടെയുള്ള എല്ലാവരെയും വിളിച്ചു സ്ഥിതി തുറന്നു പറഞ്ഞു. നമുക്ക് കത്തയച്ചവർ നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും മടങ്ങിപ്പോകണമെങ്കിൽ മടങ്ങിപ്പോകാം. ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരെയും നിർബന്ധിച്ചില്ല. ആരെങ്കിലും കൂടെ നിൽക്കണമെങ്കിൽ അത് അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലായിരിക്കണം, അവരുടെ സ്വന്തം തീരുമാനമായിരിക്കണം. ചിലരൊക്കെ യാത്ര അവസാനിപ്പിച്ച് മടങ്ങിപ്പോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹും സംഘവും യാത്ര തുടർന്നു. അവർ ഒരു രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയല്ല യാത്ര ചെയ്തിരുന്നത്. കൂഫയിൽ അധികാരം നേടുക എന്നതായിരുന്നില്ല ലക്ഷ്യം. സത്യത്തിൽ ഉറച്ചു നിൽക്കുക, അനീതിക്കെതിരെ നിലകൊള്ളുക, സ്വന്തം നിലപാട് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ആ യാത്രയുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയിരുന്നു. കാരണം പ്രതീക്ഷയുടെ യാത്ര ഇപ്പോൾ പരീക്ഷണത്തിൻ്റെ യാത്രയാണ്. മുന്നിലുള്ള വഴികൾ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹും സംഘവും തങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് മരുഭൂമിയുടെ ചൂട് കനത്ത് കുടുംബാംഗങ്ങളും കുട്ടികളും ഒട്ടകപ്പുറത്ത് യാത്ര തുടരുകയായിരുന്നു. ദൂരത്ത് ഒരു പൊടിപടലം ഉയരുന്നു. കുതിരയുടെ കാൽപ്പാടുകൾ, സൈനികരുടെ ചലനം. ഒരു സൈനിക സംഘം അവരുടെ അടുത്തേക്ക് വരുന്നതായി അവർക്ക് തോന്നി. അത് കൂഫയിൽ നിന്നുള്ള ഒരു സൈനിക സംഘമായിരുന്നു. അവരുടെ നേതാവ് ഹൂർ ഇബ്നു യസീദ് അൽ തമീമി. ഏകദേശം 1000കണക്കിന് സൈനികരുമായി അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് എത്തി. അദ്ദേഹത്തിന് നൽകിയ ഉത്തരവ് വ്യക്തമായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിരീക്ഷിക്കുക, അദ്ദേഹത്തെ കൂഫയിൽ പ്രവേശിപ്പിക്കരുത്, അദ്ദേഹത്തെ സ്വതന്ത്രമായി പോകാനും അനുവദിക്കരുത്. ഹുർറ് തൻ്റെ സൈന്യവുമായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലെത്തി. 2 സംഘങ്ങളും മുഖാമുഖം നിന്നു. ഒരു വശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു, മറുവശത്ത് അദ്ദേഹത്തെ തടയാൻ വന്ന ഹുർറിൻ്റെ നേതൃത്വത്തിലുള്ള 1000കണക്കിന് ആളുകൾ ചേർന്ന സൈന്യം. സ്ഥിതി അതീവ സംഘർഷഭരിതമായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഒരു കാര്യം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹുർറിൻ്റെ സൈനികർ വളരെ ക്ഷീണിതരായിരുന്നു. ദാഹം കൊണ്ട് വലയുകയായിരുന്നു. ദീർഘയാത്രയും മരുഭൂമിയുടെ ചൂടും അവരെ തളർത്തിയിരുന്നു. അവരുടെ കുതിരകൾക്ക് പോലും ദാഹിച്ചിരിക്കുകയാണെന്ന് തോന്നി. ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ അനുയായികളോട് പറഞ്ഞു, അവർക്ക് വെള്ളം കൊടുക്കുക. അതെ, തന്നെ തടയാൻ വന്ന സൈന്യത്തിന്, തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന സൈന്യത്തിന്, തന്നെ വളയാൻ വന്ന സൈന്യത്തിന് അദ്ദേഹം വെള്ളം നൽകി. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകൾ കുതിരകളുടെ വായിലേക്ക് പോലും വെള്ളം എത്തിച്ചു കൊടുത്തു എന്നതാണ്. എന്തൊരു മഹത്തായ സ്വഭാവം! ശത്രുക്കളായി വന്നവരെ പോലും മനുഷ്യരായി കണ്ടു. ദാഹം കണ്ടപ്പോൾ സഹായിച്ചു. ഹുർറ് ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. ഇത് സാധാരണ ഒരു നേതാവിൻ്റെ പെരുമാറ്റമായിരുന്നില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വഭാവമായിരുന്നു. ശേഷം നമസ്കരിക്കാൻ സമയമായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ നിർദ്ദേശിച്ചു. നമസ്കാരത്തിനായി എല്ലാവരും തയ്യാറായി. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹുർറിനോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ആളുകളുമായി പ്രത്യേകം നിസ്കരിക്കണോ? ഹുർറ് മറുപടി പറഞ്ഞു, അല്ല, ഞങ്ങൾ നിങ്ങളെ പിന്തുടർന്ന് നമസ്കരിക്കും. അങ്ങനെ അദ്ദേഹത്തെ തടയാൻ വന്ന സൈന്യം പോലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇമാമത്തിൽ നിസ്കരിച്ചു. നിസ്കാരശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് എന്നെ ക്ഷണിച്ചത്, നിങ്ങളുടെ ജനങ്ങളാണ് എനിക്ക് കത്തയച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ മടങ്ങിപ്പോകാം. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്കുകളായിരുന്നു. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിനു വേണ്ടി വന്നതല്ലെന്ന് അത് തെളിയിച്ചു. പക്ഷേ ഹുർറിൻ്റെ മറുപടി നിരാശാജനകമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ കത്തുകളെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് ലഭിച്ച ഉത്തരവ് നിങ്ങളെ വിട്ടയക്കരുത് എന്നാണ്.
ഇപ്പോൾ സ്ഥിതി കൂടുതൽ സങ്കീർണമായി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് മക്കയിലേക്കോ മദീനയിലേക്കോ മടങ്ങാൻ കഴിയില്ല, കൂഫയിലേക്ക് പോകാനും കഴിയില്ല. അദ്ദേഹം ഒരു സൈന്യത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ ഹുർ ഒരു പുതിയ നിർദ്ദേശം നൽകി. കൂഫയിലേക്കോ മദീനയിലേക്കോ അല്ലാത്ത ഒരു വഴിയിലൂടെ പോകുക. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യാത്ര ദിശ മാറ്റപ്പെട്ടു. ഇനി അദ്ദേഹം സ്വതന്ത്രനല്ല, സൈനികരുടെ നിരീക്ഷണത്തിലാണ്. ഓരോ ചുവടും കണക്കാക്കപ്പെടുന്നു, ഓരോ നീക്കവും ശ്രദ്ധിക്കപ്പെടുന്നു. യാത്ര തുടർന്നു. അങ്ങനെ അവർ നടന്ന് ഒരു മരുഭൂമിയിൽ എത്തിച്ചേരും. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു പേര് കേൾക്കും, കർബല. ഈ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മാറും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ വിവരിക്കാം.